ബണ്ട് വരമ്പ് തകർന്ന് കൃഷി നശിച്ച കാട്ടകാമ്പാൽ താമരവട്ടം കോൾപ്പടവിൽ വീണ്ടും കൃഷിയിറക്കുന്നതിനായുള്ള വെള്ളം വറ്റിക്കുന്നതിനുള്ള പമ്പിംഗ് ഊർജിതമായി. 10 HP-യുടെ 3 മോട്ടറാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ബുധൻ മുതൽ 30 HP-യുടെ പെട്ടിമ്പറ കൂടി സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് കോൾപ്പടവ് സമിതി. ബണ്ട് വരമ്പ് തകർന്ന് കൃഷി നശിച്ചതിൽ 4 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കോൾപ്പടവ് പ്രസിഡന്റ് KG തിലകൻ, സെക്രട്ടറി AV തമ്പി എന്നിവർ പറഞ്ഞു. കൃഷി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് സൗജന്യമായി വിത്ത് നൽകുമെന്ന് അറിയിച്ചിരുന്നു. പാടത്ത് നടാൻ ഞാർ ലഭിച്ചില്ലെങ്കിൽ വീണ്ടും വിത്ത് വിതയ്ക്കേണ്ടി വരും. 1 മാസത്തോളം കൃഷിയിറക്കൽ വൈകുമെന്ന ആശങ്ക കർഷകർക്കുണ്ട്. പുതിയ വൈദ്യുതി ലൈൻ വലിക്കുന്നതിന് വേണ്ട സാധനങ്ങളുമായി വലിയ ലോറികൾ ബണ്ട് വരമ്പിലൂടെ സവാരി നടത്തിയിരുന്നു. ഇത് ബണ്ട് വരമ്പ് തകരാൻ ഇടയാക്കിയെന്ന് കർഷകർ ആരോപിച്ചു. പാപ്പിരുത്തി താമരവട്ടം കോൾപ്പടവിന് ഏകദേശം 40 ഏക്കർ കൃഷിഭൂമിയാണുള്ളത്. കാലം തെറ്റി പെയ്ത കഠിനമായ മഴ വാവേക്കർ പടവിനെ അതിൻ്റെ വരമ്പ് പൊട്ടിച്ചത് മൂലം പാപ്പിരുത്തി താമരവട്ടം കോൾപ്പടവിലേക്ക് വെള്ളം കവിഞ്ഞെടുക്കുകയും നാട് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞുള്ള പടവിലെ നെല്ല് മുഴുവൻ ഞാറ്റടി മുഴുവൻ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നുണ്ട്. എന്നാലും കർഷകർ നിരാശരല്ല. കൃഷി ചെയ്യാൻ അവർ താല്പര്യമുണ്ട്. പഴഞ്ഞു കൂട്ടുകൃഷിയുടെ സഹായത്തോടെയും പടവിൻ്റെ നേതൃത്വത്തിലും കവിഞ്ഞെടുക്കുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പമ്പിങ് ആരംഭിച്ചിരിക്കുകയാണ്. ഏകദേശം 10 ദിവസത്തിനുള്ളിൽ വീണ്ടും അത് കൃഷി ഇറക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇനി അടുത്തൊരു മഴ കൂടെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പേടിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്. ഇനി വിത്ത് കൃഷിഭവൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. പഴയ ഞാറ് കയ്യിലുള്ള സ്റ്റോക്കുകളൊക്കെ തീർന്നു. എവിടെയെങ്കിലും കളക്ട് ചെയ്തിട്ട് വേണം ഇത് നട്ട് തീർക്കാൻ. അല്ലെങ്കിൽ പുതിയ വിത്ത് നട്ട് വരുമ്പോഴേക്കും വീണ്ടും 1 മാസം കഴിയും. അപ്പോൾ കഴിയുന്നത്ര ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വർഷം ശരിയായിട്ട് കൃഷി ചെയ്തിട്ട് വിളവെടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും ആഗ്രഹം.